PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഭൂമിയുടെ ഭ്രമണദിശ എപ്രകാരമാണ് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട്? ഭൂമിയുടെ ഭ്രമണദിശ എപ്രകാരമാണ് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട്? ഭ്രമണത്തിൻ്റെ ഫലമായുള്ള പ്രധാന മാറ്റങ്ങളേവ? ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ഭ്രമണത്തിൻ്റെ ഫലമായുള്ള പ്രധാന മാറ്റങ്ങളേവ? ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം എത്ര? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം എത്ര? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നതെന്ത്? പകൽ. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത് എന്താണ്? പകൽ. ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? പ്രകാശവൃത്തം. ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ ഏത്? പ്രകാശവൃത്തം അഥവാ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. സൗരയൂഥത്തിലെ ശുക്രൻ, യുറാനസ് ഗ്രഹങ്ങളുടെ ഭ്രമണദിശ ഏത്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. സൗരയൂഥത്തിലെ ശുക്രൻ, യുറാനസ് ഗ്രഹങ്ങളുടെ ഭ്രമണദിശ ഏത്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. ബുധൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ ഗ്രഹങ്ങളുടെ ഭ്രമണദിശ ഏത്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കേട്ടോ. ബുധൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ ഗ്രഹങ്ങളുടെ ഭ്രമണദിശ ഏത്? പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട്. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെ എങ്ങനെ വിളിക്കുന്നു? കോറിയോലിസ് ബലം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെ എങ്ങനെ വിളിക്കുന്നു? കോറിയോലിസ് ബലം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ എങ്ങനെ വിളിക്കുന്നു? കോറിയോലിസ് പ്രഭാവം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ എങ്ങനെ വിളിക്കുന്നു? കോറിയോലിസ് പ്രഭാവം. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലത്തുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇത് എപ്രകാരം അറിയപ്പെടുന്നു? ഫെറൽ നിയമം. അപ്പോൾ കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇത് എപ്രകാരം അറിയപ്പെടുന്നു? ഫെറൽ നിയമം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പരിക്രമണം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പരിക്രമണം. ഭൂമിയുടെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? 365 ദിവസങ്ങൾ. ഭൂമിയുടെ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്ര? 365 ദിവസങ്ങൾ. പ്രായോഗിക സൗകര്യത്തിനായി 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. അപ്പോൾ പ്രായോഗിക സൗകര്യത്തിനായിട്ട് 365 എന്നുള്ളത് എന്താണ്? 365 ദിവസം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരിയിൽ 29 ദിവസമായിട്ട് കണക്കാക്കുന്നു. ഓക്കെ. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ എങ്ങനെ വിളിക്കുന്നു? അതിവർഷം. അപ്പോൾ പ്രായോഗിക സൗകര്യത്തിനായി 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരിയിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ എങ്ങനെ വിളിക്കുന്നു? അതിവർഷം. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമേത്? അച്ചുതണ്ടിൻ്റെ ഭ്രമണം അഥവാ പുരസ്സരണം. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള ഭൂമിയുടെ മറ്റൊരു ചലനമേത്? അച്ചുതണ്ടിൻ്റെ ഭ്രമണം അഥവാ പുരസ്സരണം. ഏകദേശം എത്ര വർഷം കൊണ്ടാണ് ഒരു പുരസ്സരണം പൂർത്തിയാകുന്നത്? 26,000 വർഷം കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര വർഷം കൊണ്ടാണ് ഒരു പുരസ്സരണം പൂർത്തിയാകുന്നത്? 26,000 വർഷം. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ എങ്ങനെ വിളിക്കുന്നു? സൗരസമീപകം. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്നതിനെ എങ്ങനെ വിളിക്കുന്നു? സമീപകം. സൗരസമീപക വേളയിൽ സൂര്യനോട് എത്ര ദൂരത്തിലാണ് ഭൂമി എത്തുന്നത്? ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ. സൗരസമീപക വേളയിൽ സൂര്യനോട് എത്ര ദൂരത്തിലാണ് ഭൂമി എത്തുന്നത്? ഏകദേശം 147 ദശലക്ഷം കിലോമീറ്റർ.
സൗരസമീപകം പൊതുവെ ഉണ്ടാകുന്നത് വർഷത്തിലെ ഏത് ദിവസമാണ്? ജനുവരി 3 കേട്ടോ. അപ്പോൾ സൗരസമീപകം പൊതുവെ ഉണ്ടാകുന്നത് വർഷത്തിൽ ഏത് ദിവസമാണ്? ജനുവരി 3. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സൂര്യോച്ചം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? സൂര്യോച്ചം. സൂര്യോച്ച വേളയിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്ര? 152 ദശലക്ഷം കിലോമീറ്റർ. സൂര്യോച്ച വേളയിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്ര? 152 ദശലക്ഷം കിലോമീറ്റർ. പൊതുവെ വർഷത്തിലെ ഏത് ദിവസത്തിലാണ് സൂര്യോച്ചം സംഭവിക്കുന്നത്? ജൂലൈ 4. പൊതുവെ വർഷത്തിലെ ഏത് ദിവസമാണ് സൂര്യോച്ചം സംഭവിക്കുന്നത്? ജൂലൈ 4. ഭൂമിയുടെ പരിക്രമണ വേഗം എന്ത്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ. ഭൂമിയുടെ പരിക്രമണ വേഗം എന്ത്? ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസത്തിൻ്റെ ഫലങ്ങളേവ? ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നു, പരിക്രമണ വേഗത്തിൽ വ്യത്യാസം വരുന്നു. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസത്തിൻ്റെ ഫലങ്ങളേവ? ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുന്നു, പരിക്രമണ വേഗത്തിൽ വ്യത്യാസം വരുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിൽക്കുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നു. സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് എങ്ങനെ? അയനം. അപ്പോൾ എന്താ പറയുന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിൽക്കുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായണ ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നു. സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് എങ്ങനെ? അയനം. അയനത്തിന് അനുസൃതമായി ഭൂമിയിലെ ദിനരാത്രങ്ങൾക്കുണ്ടാകുന്ന മാറ്റമെന്ത്? ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. അയനത്തിന് അനുസൃതമായി ഭൂമിയിലെ ദിനരാത്രങ്ങൾക്കുണ്ടാകുന്ന മാറ്റമെന്ത്? ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നു. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളേവ? മാർച്ച് 21, സെപ്റ്റംബർ 23. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളേവ? മാർച്ച് 21, സെപ്റ്റംബർ 23. ഇനി ധ്രുവദീപ്തി എന്താണെന്ന് നോക്കാം. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന പ്രതിഭാസമേത്? ധ്രുവദീപ്തി. അപ്പോൾ ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ഉത്തര ധ്രുവഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ധ്രുവദീപ്തികൾ അറിയപ്പെടുന്നത് എങ്ങനെ? അറോറ ബോറിയാലിസ്. ഉത്തര ധ്രുവഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ധ്രുവദീപ്തികൾ അറിയപ്പെടുന്നത് എങ്ങനെ? അറോറ ബോറിയാലിസ്. ദക്ഷിണ ധ്രുവഭാഗങ്ങളിലെ ധ്രുവദീപ്തികൾ അറിയപ്പെടുന്നത് എങ്ങനെ? അറോറ ഓസ്ട്രാലിസ്. ദക്ഷിണ ധ്രുവഭാഗങ്ങളിലെ ധ്രുവദീപ്തികൾ അറിയപ്പെടുന്നത് എങ്ങനെ? അറോറ ഓസ്ട്രാലിസ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഋതുക്കളെക്കുറിച്ചുള്ള പോയിന്റുകളാണ് പറയുന്നത്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിന് അനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഋതുക്കൾ. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഋതുക്കൾ. ഋതുക്കൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളേവ? ഭൂമിയുടെ പരിക്രമണവും സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും. ഋതുക്കൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളേവ? ഭൂമിയുടെ പരിക്രമണവും സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും. ഒരു വർഷത്തിൽ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്ന ഋതുഭേദങ്ങളേവ? വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. ഒരു വർഷത്തിൽ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്ന ഋതുഭേദങ്ങളേവ? വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു, പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു എന്നിവ ഏത് ഋതുവിൻ്റെ സവിശേഷതകളാണ്? വസന്തകാലം. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു, പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു എന്നിവ ഏത് ഋതുവിൻ്റെ സവിശേഷതകളാണ്? വസന്തകാലം. ഉയർന്ന അന്തരീക്ഷ താപനില, പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ എന്നിവ ഏത് ഋതുവിൻ്റെ സവിശേഷതയാണ്? ഗ്രീഷ്മകാലം. ഉയർന്ന അന്തരീക്ഷ താപനില, പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ എന്നിവ ഏത് ഋതുവിൻ്റെ സവിശേഷതകളാണ്? ഗ്രീഷ്മകാലം. ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു, പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു എന്നിവ ഏത് ഋതുവിൻ്റെ പ്രത്യേകതകളാണ്? ശരത്കാലം. ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നു, പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു എന്നിവ ഏത് ഋതുവിൻ്റെ പ്രത്യേകതകളാണ്? ശരത്കാലം. കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ച, പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ എന്നിവ ഏത് ഋതുവിൻ്റെ സവിശേഷതകളാണ്? ശൈത്യകാലം കേട്ടോ. കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ച, പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ എന്നിവ ഏത് ഋതുവിൻ്റെ സവിശേഷതകളാണ്? ശൈത്യകാലം.
ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം സംഭവിക്കുന്ന മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും ഋതുക്കളേവ യഥാക്രമം വസന്തകാലവും ശരത്കാലവും. ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം സംഭവിക്കുന്ന മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും ഋതുക്കളേവ യഥാക്രമം വസന്തകാലവും ശരത്കാലവും. ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുന്ന ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും ഋതുക്കളേവ യഥാക്രമം ഗ്രീഷ്മകാലവും ശൈത്യകാലവും. ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുന്ന ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും ഋതുക്കളേവ യഥാക്രമം ഗ്രീഷ്മകാലവും ശൈത്യകാലവും. ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുന്ന സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലെ ഋതുക്കളേവ യഥാക്രമം ശരത്കാലവും വസന്തകാലവും. ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുന്ന സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലെ ഋതുക്കളേവ യഥാക്രമം ശരത്കാലവും വസന്തകാലവും. ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുന്ന ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലെ ഋതുക്കളേവ യഥാക്രമം ശൈത്യകാലവും ഗ്രീഷ്മകാലവും. ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം നടക്കുന്ന ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങളിലെ ഋതുക്കളേവ യഥാക്രമം ശൈത്യകാലവും ഗ്രീഷ്മകാലവും. ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വിഷുവങ്ങൾ, സമരാത്ര ദിനങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. വിഷുവ ദിനങ്ങളിൽ ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. വിഷുവ ദിനങ്ങളിൽ ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും. വസന്ത വിഷുവം എന്ന അറിയപ്പെടുന്ന ദിവസം ഏത്? മാർച്ച് 21. വസന്ത വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? മാർച്ച് 21. വസന്ത വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? മാർച്ച് 21. ശരത് വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? സെപ്റ്റംബർ 23. ശരത് വിഷുവം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? സെപ്റ്റംബർ 23. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എപ്രകാരമാണ്? വടക്കോട്ട് ഉത്തരായന രേഖ വരെ. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എപ്രകാരമാണ്? വടക്കോട്ട് ഉത്തരായണ രേഖ വരെ. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏത്? ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏത്? ജൂൺ 21. ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? ജൂൺ 21. ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? ജൂൺ 21. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിലെ ഉത്തര ധ്രുവ പ്രദേശങ്ങളിലെ അവസ്ഥ ഏത്? 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചമുണ്ടാവും. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിലെ ഉത്തര ധ്രുവ പ്രദേശങ്ങളിലെ അവസ്ഥ ഏത്? 6 മാസക്കാലം തുടർച്ചയായി പകൽ വെളിച്ചമുണ്ടാകും. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനുള്ള 2 ചലനങ്ങളേവ ഭ്രമണവും പരിക്രമണവും. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനുള്ള 2 ചലനങ്ങളേവ ഭ്രമണവും പരിക്രമണവും. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനുള്ള 2 ചലനങ്ങളേവ ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്? 27 ദിവസം കൊണ്ട്. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ എത്ര ദിവസം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്? 27 ദിവസം കൊണ്ട്. സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥ നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ പരിക്രമണം ചെയ്യാനെടുക്കുന്ന സമയം എത്ര? 230 മുതൽ 250 ദശലക്ഷം വർഷം വരെ. സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥ നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ പരിക്രമണം ചെയ്യാനെടുക്കുന്ന സമയം എത്ര? 230 മുതൽ 250 ദശലക്ഷം വർഷം വരെ. ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എപ്രകാരമാണ്? തെക്കോട്ട് ദക്ഷിണായന രേഖ വരെ. ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം എപ്രകാരമാണ്? തെക്കോട്ട് ദക്ഷിണായന രേഖ വരെ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏത്? ഡിസംബർ 22. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസം ഏത്? ഡിസംബർ 22. ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏത്? ഡിസംബർ 22. ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏത്?
ഡിസംബർ 22. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിലെ അവസ്ഥ എന്ത്? 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിലെ അവസ്ഥ എന്ത്? 6 മാസക്കാലം തുടർച്ചയായിട്ട് ഇരുട്ടായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്